ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മൂവി ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ ഉപ്പും മുളം ബ്രേക്കിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഉപ്പും മുളം ഫാൻസ് എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. നമ്മുടെ ഉപ്പും മുളം സീസൺ 3 ഇനി വേറെ ലെവലായി വരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി നമ്മുടെ ഇന്നത്തെ ഉപ്പും മുളവും അപ്ഡേറ്റ്, നമ്മുടെ ഇന്നത്തെ ഉപ്പും മുളം അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മുടിയൻ ചേട്ടന് വേണ്ടിയിട്ടാണ്. മുടിയൻ ചേട്ടനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ഇവിടെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പുമുളം മുടിയൻ ചേട്ടനെ എല്ലാ കൊച്ചു കുട്ടികൾക്ക് വരെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം എന്നാണെങ്കിൽ നമ്മുടെ ചാനലത്തെ കമൻറ്റ് ചെയ്യട്ടോ. ഉപ്പുമുളം മുടിയൻ ചേട്ടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ സ്വന്തം ഫാമിലി, നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ള സ്വന്തം ചേട്ടനെ പോലെയാണ് നമ്മുടെ മുടിയൻ ചേട്ടനെ കാണുന്നത്. മുടിയൻ ചേട്ടൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ഋഷി എസ് കുമാർ എന്നാണ് നമ്മുടെ മുടിയൻ ചേട്ടൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എല്ലാവരും ഇങ്ങനെ മുടിയൻ എന്ന് വിളിക്കുന്നെങ്കിൽ നമ്മൾ മുടിയെന്ന് ഉപ്പുമുളകത്ത് വിളിക്കുന്നെങ്കിൽ നമ്മൾ മുടിയൻ ചേട്ടൻ എന്നാണ് നമ്മളെല്ലാ ആൾക്കാരും വിളിക്കുന്നതില്ലേ. നമ്മുടെ ഉപ്പുമുളം ഫാൻസുകാരായാലും ഉപ്പുമുളം കാണുന്ന കുട്ടികളും എല്ലാവരും, മുതിർന്ന ആൾക്കാരെല്ലാവരും. അപ്പം ഈ അതായത് ഉപ്പുമുളം സീസൺ 3 തുടങ്ങുമ്പോൾ നമ്മുടെ മുടിയൻ ചേട്ടൻ ഉപ്പുമുളം സീസൺ 3ലേക്ക് വരണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എൻ്റെ ആഗ്രഹവും നിങ്ങളുടെ ആഗ്രഹവും അതൊക്കെ തന്നെയാണ്. അപ്പം സീസൺ 3 തുടങ്ങുമ്പോൾ നമ്മുടെ മുടിയൻ ചേട്ടൻ തീർച്ചയായിട്ടും സീസൺ 3 തന്നെ വരണം. ഉപ്പുമുളം ടീംസുകാരോട് എനിക്ക് പറയാനുള്ളത്, മുടിയൻ ചേട്ടനെ എന്തായാലും സീസൺ 3 തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും വിളിക്കണം എന്നാണ് ഞങ്ങളുടെ ഉപ്പുമുളം ഫാൻസുകാരുടെ അഭിപ്രായം. അപ്പം സീസൺ 3 തുടങ്ങുമ്പോൾ തന്നെ സീസൺ 3 ഫസ്റ്റ് എപ്പിസോഡ്, അതായത് ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ മുടിയൻ ചേട്ടൻ ഉണ്ടാവണം. സീസൺ 1ഉം സീസൺ 2ഉം കണ്ടതുപോലെ തന്നെ വീണ്ടും പോസിറ്റീവായിട്ട് തന്നെ സീസൺ 3 മുന്നോട്ട് കൊണ്ടുവരണം. സീസൺ 3 നല്ല പോസിറ്റീവായിട്ട് നമ്മുടെ ബാലുവച്ചനും നീലുവമ്മയും കേശു ശിവാനി എല്ലാവരും, നമ്മുടെ ഉപ്പുമുളവിലുള്ള എല്ലാ പഴയ ആർട്ടിസ്റ്റുകളും എല്ലാവരെയും സീസൺ 3യിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ ഉപ്പുമുളം ഫാൻസുകാരുടെ എല്ലാവരുടെയും അഭിപ്രായവും എൻ്റെ അഭിപ്രായവും അതൊക്കെയാണ്. അപ്പം നമ്മുടെ മുടിയൻ ചേട്ടനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം മുടിയൻ ചേട്ടനെ വേണം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ. മുടിയൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും മുന്നോട്ട് തന്നെ പോസിറ്റീവായിട്ട് തന്നെ കൊണ്ടുവരണം. ബിഗ് ബോസ് ഇപ്പോൾ നമുക്കറിയാം, ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ TV നമ്മുടെ നമ്മുടെ മോഹൻലാലിൻ്റെ ഏഷ്യാനെറ്റ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ മുടിയൻ ചേട്ടൻ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുകയാണ് ബിഗ് ബോസിനകത്ത്. അപ്പം നമ്മുടെ ബിഗ് ബോസിനകത്തും എല്ലാ പ്രോഗ്രാമുകളിലും നമ്മുടെ മുടിയൻ ചേട്ടനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേ കണക്ക് തന്നെ മുടിയൻ ചേട്ടൻ നമുക്കറിയാമല്ലോ, നമ്മുടെ മുടിയൻ ചേട്ടൻ നല്ലൊരു അടിപൊളി ഡാൻസറും കൂടിയാണ്. മുടിയൻ ചേട്ടൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരുടെ ഡാൻസ് ആയാലും ഇല്ലേ. അപ്പോൾ മുടിയൻ ചേട്ടൻ്റെ ഡാൻസ് എന്ന് പറയുന്നത് അത് വേറെ ലെവൽ സ്റ്റൈലിഷ് ഡാൻസാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവരിടുന്ന ഓരോ. ഇപ്പോൾ സീസൺ 3 തുടങ്ങുമ്പോൾ നമ്മുടെ മുടിയൻ ചേട്ടൻ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം. സീസൺ 3 വരുമ്പോൾ മുടിയൻ ചേട്ടൻ പഴയ ആ ഒരു മുടിയൻ ചേട്ടനായിട്ട് തന്നെ വീണ്ടും ഉപ്പുമുളം സീസൺ 3യിലേക്ക് വരണം. അപ്പം സീസൺ 3 തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുടിയൻ ചേട്ടൻ പോസിറ്റീവായിട്ട് നിൽക്കുകയും വേണം. അപ്പം നമ്മുടെ ഉപ്പുമുളം ഫാൻസുകാരും മുടിയൻ ചേട്ടനെ ഇഷ്ടമായിട്ടുള്ള ആൾക്കാരെല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. നമ്മുടെ മുടിയൻ ചേട്ടന് വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം. അതുവരേക്കും ബൈ.